സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മാധവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം ഡോക്ടേഴ്സ് മാധവനെ പരിശോധിച്ചിട്ട് ഐസിയുലോട്ട് മാറ്റുന്നുണ്ട്. പിന്നീട് നോക്കുമ്പം തലയ്ക്ക് ഗുരുതരമായ പരുക്ക് പറ്റിയതുകൊണ്ട് തന്നെ ഒരു സർജറി വേണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ദേവികയും എല്ലാവരും ചേർന്ന് സർജറിക്കുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് മാധവനാണെങ്കിൽ വളരെ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ്. ഗിരീഷിനോട് അപ്പോൾ ദേവിക ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയതാ ഗിരീഷേട്ടാ, ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം ഗിരീഷിനാണെങ്കിൽ ഒരു സ്കൂട്ടർ വന്ന് തട്ടിയതാണെന്നാണ് പറയണത്, അല്ലാതെ നന്ദൻ തല്ലിയ കാര്യമൊന്നും പറയണില്ല. ദേവികയും ശാരികയും അതെല്ലാം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ മാധവനെ നോക്കുന്ന ഡോക്ടർമാർക്ക് സംശയം തോന്നുന്നുണ്ട്. ഒരു സ്കൂട്ടർ തെറ്റിയാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതിപ്പോൾ നല്ല ശക്തിയായിട്ടുള്ള അടി കിട്ടിയതുപോലെയുണ്ട്, അതും നല്ല വടി വെച്ച്. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നണത് ഡോക്ടറെ, സ്കൂട്ടർ തട്ടിയാൽ ഇതുപോലെ പരിക്കൊന്നും പറ്റില്ല. എന്തായാലും അതിനെക്കുറിച്ച് അന്വേഷിക്കണം, ഡോക്ടർ ഒന്ന് പോലീസിൽ വിളിച്ച് പറഞ്ഞുതരുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ICUവിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലീസിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ഋഷിയാണെങ്കിൽ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. ഋഷിയുടെ കൂട്ടുകാരെ നന്ദൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണല്ലോ ഈ ഒരു മാധവന് തല്ലുകൊണ്ടത്. അതുമാത്രമല്ല, ഈ വിവരം ഋഷിയുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ് നന്ദനെ പേടിപ്പിച്ച് നിർത്താമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഋഷി നിൽക്കുന്നത്. അങ്ങനെ ഋഷി കൂട്ടുകാർക്ക് വിളിക്കുമ്പം കൂട്ടുകാരോട് ചോദിക്കുന്നുണ്ട്, അയാൾക്ക് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ തലയ്ക്ക് നല്ല ഗുരുതര പരുക്ക് പറ്റിയിട്ടുണ്ട്. അവൻ ആ മാതിരി തല്ല അയാളെ തല്ലിയത്, ഞങ്ങളെ തല്ലിയതാണ് അയാൾക്ക് മാറിക്കൊണ്ടതാ. എന്തായാലും അത് നമുക്ക് ഉപകാരമായി. ഇനിയിപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ് ദേവികയും നന്ദനെയും ഒന്നും കൂടി അകറ്റാൻ പറ്റും. നന്ദൻ മനഃപൂർവ്വം ദേവികയുടെ അച്ഛനെ തല്ലിയതാന്ന് നമുക്ക് വരുത്തി തീർക്കാം, നിങ്ങളെല്ലാവരും അതിന് സാക്ഷി പറയണം. അന്നേരം ഈ കൂട്ടുകാരന്മാരത് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ നന്ദനാണെങ്കിൽ പ്രഭാവതിയുടെ അടുത്തിരുന്ന ഒരേ കരച്ചിൽ തന്നെയാണ്. അമ്മ, എൻ്റെ ജീവിതം കൈവിട്ടു പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ദേവി ഒരിക്കലും തിരിച്ചു വരുമെന്ന് തോന്നണില്ല. ഇപ്പോൾ ദേവിയുടെ അച്ഛനെ ഞാൻ കാരണമാണല്ലോ തല്ലുകൊണ്ടത്, അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല. പക്ഷേ ദേവി വിചാരിക്കുന്നത് ഞാൻ ദേവിയോടുള്ള വിരോധത്തിന് അവളുടെ അച്ഛനെ തല്ലിയെന്ന് മാത്രമായിരിക്കും. എന്തായാലും ഞാനിനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും അമ്മയെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, മോനെ നന്ദ, നീ ഒന്ന് സമാധാനപ്പെടുക, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. എന്തായാലും ഗിരി ആ സമയത്ത് ഉണ്ടായിരുന്നില്ലേ, ഗിരി അവരോട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല അമ്മേ, അമ്മയൊന്ന് ഗിരീഷേട്ടനെ വിളിച്ച് സംസാരിക്കുമെന്ന്. അങ്ങനെ പ്രഭാവതിയാണ് ഈ ഗിരീഷിനെ വിളിക്കുന്നുണ്ട്. ആസ്പത്രിയിൽ ദേവികയുടെയൊക്കെ അടുത്ത് ഇങ്ങനെ ആകെ ടെൻഷനോടുകൂടി ഗിരി നിൽക്കുന്ന സമയത്താണ് ഗിരീഷിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ ബെല്ലടിച്ചതും ഗിരീഷൻ ഫോൺ എടുത്ത് നോക്കിയിട്ട് പ്രഭാവതി മേഡം ആണല്ലോ വിളിക്കണേ, എന്ത് പറ്റിയായിരിക്കുമോ, ഇനിയിപ്പോൾ ഇത് അറിഞ്ഞിട്ട് വിളിക്കണമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഗിരീഷൻ ഫോൺ എടുത്ത് എന്താ മേഡം എന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെയുണ്ട് ഗിരീഷ മാധവന്, എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം നന്ദൻ അങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുന്നു. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, നന്ദൻ ഇവിടെ വന്നു, നന്ദൻ ഭയങ്കര കരച്ചിലാണ്, എന്തിനാ ഇപ്പോൾ അവൻ കരയണേന്ന് ചോദിക്കുമ്പം അതല്ല, നന്ദൻ്റെ കൈകൊണ്ടാണല്ലോ മാധവന് പരിക്ക് പറ്റിയത്, അത് ശരിക്കും നന്ദൻ മാധവനെ തല്ലിയതല്ല, നന്ദനെ ഉപദ്രവിക്കാനായിട്ട് കുറച്ച് പേര് വന്നില്ലേ, അവരെ തല്ലാൻ നോക്കിയപ്പം മാറി മാധവൻ്റെ നെറ്റിത്ത് കൊണ്ടതാന്ന് പറയുമ്പം ഗിരീഷൻ പറയുന്നുണ്ട്, അതെനിക്കറിയാം മേഡം, ഞാനത് കണ്ടതല്ലേ, പിന്നെ വേറെ എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പം അങ്കിളിൻ്റെ അവസ്ഥ ഇച്ചിരി ഗുരുതര, ICUവിൽ ഇപ്പോൾ ഒരു സർജറി വേണമെന്നാണ് പറഞ്ഞത്, തലയിൽ ബ്ലീഡിങ് ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ആളെ തിരിച്ചു കിട്ടണ ഒരു സംശയം, അതുകൊണ്ട് ഡോക്ടേഴ്സ് ഇവിടെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, ഇതിപ്പോൾ ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ ദേവിക ഈ നന്ദൻ തല്ലിയതാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ആ സമയത്ത് ഗിരീഷ് പറയുന്നുണ്ട്, എന്തായാലും ഡോക്ടേഴ്സിന് ആ കാര്യത്തിലൊരു സംശയമുണ്ട്, ഞങ്ങളിവിടെ വന്നപ്പം ഡോക്ടറോട് പറഞ്ഞത് സ്കൂട്ടർ തട്ടിയതാണ്, പക്ഷേ ഡോക്ടർമാർക്ക് അങ്കിളിനെ പരിശോധിച്ചപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി, സ്കൂട്ടർ തട്ടിയ ഇങ്ങനെ ഒരു പരിക്ക് സംഭവിക്കില്ല, തലയ്ക്ക് ശക്തിയായിട്ട് അടി കിട്ടിയതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചേക്കണേന്ന്. പക്ഷേ ഞാൻ ഡോക്ടേഴ്സിനോട് ഒന്നും വ്യക്തമായിട്ട് പറയാൻ പോയില്ല. എന്തായാലും ഡോക്ടർ പോലീസിൽ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്, പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാവുമെന്ന്. ഇത് കാണിക്കുന്നത് നമ്മളുടെ ഋഷീനെയാണ്. ഋഷിയാണെങ്കിൽ ഇങ്ങനെ ഋഷിയുടെ കൂട്ടുകാരോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഈ അരുന്ധതി അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഋഷിയാണെങ്കിൽ അരുന്ധതിയെ കാണുന്നില്ല. അങ്ങനെ കൂട്ടുകാരോട് പറയുന്നുണ്ട്, എന്തായാലും ഇനി നന്ദനും ദേവികയും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവരുത്, ഇപ്പം ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ദേവിക ഉറപ്പായിട്ടും നന്ദനെ ഡിവോഴ്സ് ചെയ്യും, അതുമാത്രമല്ല നന്ദനെ പോലീസ് കേസിൽ കൊടുക്കുകയും ചെയ്യും, ഇനി നമുക്ക് ആ ഒരു കാര്യം പറഞ്ഞു വേണം അവനെ ഭീഷണിപ്പെടുത്താൻ. അങ്ങനെ പറഞ്ഞ് തിരിഞ്ഞതും ഈ അരുന്ധതി ഇതിനെ കാണുന്ന സമയത്ത് ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഋഷി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഋഷി ഫോൺ കട്ട് ചെയ്തതും അരുന്ധതി ചോദിക്കുന്നുണ്ട്, ഋഷി എന്താ ഋഷി സംഭവം,
എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പം അത് അമ്മ അറിഞ്ഞില്ലേ, ആ നന്ദൻ ദേവികയുടെ അച്ഛൻ്റെ തലക്കിട്ട് ഒരു കോല് വെച്ച് അടിച്ച് തല പൊട്ടിച്ചു. അത് കേട്ടതും അരുന്ധതി ചോദിക്കുന്നുണ്ട് അതെന്തിനാന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നിനുമല്ല, എൻ്റെ കുറച്ച് കൂട്ടുകാരെ ഞാൻ അവൻ്റെ പിന്നാലെ പറഞ്ഞു വിട്ടിരുന്നു. അവരവനെ വണ്ടി ഇടിച്ച് കൊല്ലാനൊക്കെ നോക്കിയ സമയത്ത് അവൻ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവരെ വടിയെടുത്ത് തല്ലിയതാ. ആ സമയത്ത് അവിടെ എവിടുന്നോ വന്ന് വെട്ട അയാളുടെ തലയിൽ ആ കോല് കൊള്ളുമായിരുന്നു. എന്തായാലും ഇയാളുടെ അവസ്ഥ ഇപ്പോൾ ഗുരുതരമായിട്ടാണ് കിടക്കണേ. അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ പ്രതിയായിട്ട് നന്ദൻ കൊലക്കുറ്റത്തിന് ജയിലിൽ പോകേണ്ടവരുന്നു. അത് കേട്ടതും അരുന്ധതി ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഋഷി ആവശ്യമില്ലാത്തതിന് നിൽക്കരുതെന്ന്, നീ ഇതെന്തിനുള്ള പുറപ്പാടാ, നിൻ്റെ ഈ പോക്ക് അത്ര ശരിയല്ല, എന്തായാലും നീ ഇതിവിടം കൊണ്ട് നിർത്തിക്കൊള്ളണം എന്ന് പറയുമ്പം അമ്മ എന്താ ഈ പറയണേ, ഞാനിത് നിർത്താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ചന്ദ്രോത്ത് തറവാട് നശിച്ചില്ലാണ്ടാവണത് വരെയും ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, നിൻ്റെ ഈ കളി തീക്കളിയാ, ഇത് ഞാൻ അനുവദിച്ചു തരില്ല, ഇത്രയും നാളും നീ അവരെ ഉപദ്രവിച്ചു, അത് മതി, നമ്മളോട് ചെയ്ത ദ്രോഹത്തിനൊക്കെ നമ്മൾ പകരം വീട്ടി കഴിഞ്ഞു, ഇനിയും അവരുടെ പിന്നാലെ നടന്ന് അവരെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഋഷി. അന്നേരം ഋഷി ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ സത്യങ്ങളെല്ലാം നന്ദനോടും ദേവികയോടും പ്രഭാവതിയോടും പറയും, പിന്നെ നിങ്ങളുടെ ഒരു ഭീഷണിയും അവിടെ നടക്കൂല, അതുമാത്രമല്ല ദേവികയും നന്ദനും ഒരിക്കലും വേർപിരിയരുത്, അവൾ അത്രയും നല്ല കുട്ടികളാണ്, അവർ നമ്മളോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അവരുടെ ജീവിതം നീ തകർക്കണേന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ലീനയും പ്രഭാവതിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നല്ലോ, എന്നിട്ട് ലീനയുടെ ജീവൻ എടുത്തത് പ്രഭാവതിയല്ലേ, അതുപോലെ തന്നെ എൻ്റെ ജീവിതവും തകർത്തില്ലേ, അതുകൊണ്ട് പ്രഭാവതിക്ക് ഒരു ദയവും ഞാൻ കൊടുക്കില്ല, പ്രഭാവതിനെയും പ്രഭാവതിയുടെ മക്കളെയും ഞാൻ തകർക്കുമെന്ന്. അങ്ങനെ ഋഷി ദേഷ്യപ്പെട്ട് പോയി കഴിഞ്ഞതും അരുന്ധതി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയൊക്കെയാണ്. ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ദേവികയെ വിളിച്ചിട്ട് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പം ദേവിക എന്താ ഡോക്ടറെ എന്ന് ചോദിക്കുന്ന നേരത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഇത് ശരിക്കും ഒരു ആക്സിഡൻ്റാണെന്ന് എനിക്ക് തോന്നണില്ല, മനഃപൂർവ്വം ആരെങ്കിലും അപായപ്പെടുത്താൻ നോക്കിയതായിരിക്കും, എന്തോ കനമുള്ള വടി വെച്ച് അടി കിട്ടിയതുപോലെ ആ തലയുടെ പരിക്ക്, ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചതാണോ എന്ന് സംശയമുണ്ടെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അങ്ങനെ അച്ഛന് ശത്രുക്കളൊന്നുമില്ല കൊല്ലാൻ ശ്രമിക്കാൻ, അതിന് ആരച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതാ, എന്തായാലും നമുക്കത് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ഡോക്ടർ എന്നാൽ പോലീസിനെ അറിയിക്കുമെന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, എന്തായാലും ഈ കണ്ടീഷനിൽ അദ്ദേഹത്തിനോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല, ബോധം തെളിയുമ്പം പോലീസ് നേരിട്ട് വന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കട്ടെ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും കെവിനെയാണ്. ഇസബല്ലയാണെങ്കിൽ കെവിനോട് പറയുന്നുണ്ട്, ഇത്രയും ദിവസം ദേവിക ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആകെ ഒരു ടെൻഷനായിരുന്നു, ഇപ്പോൾ എന്തായാലും നന്ദൻ്റെ കൈകൊണ്ട് തന്നെ ദേവികയുടെ അച്ഛന് ഈ ഒരു അപകടം സംഭവിച്ചതുകൊണ്ട് ഉറപ്പായിട്ടും ദേവിക അടുത്ത ദിവസം തന്നെ ഡൈവോഴ്സ് നോട്ടീസ് അയക്കുന്നു. അന്നേരം കെവിൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല ദേവിക അവനോട് പിണങ്ങി പോയി എന്നല്ലാതെ ഡൈവോഴ്സ് ചെയ്യുന്നൊന്നും തോന്നണില്ല, എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദേവിക അവൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കരുത്, ഇനി ദേവിക നന്ദൻ്റെ ജീവിതത്തിൽ വേണ്ട, ഇനി നന്ദൻ്റെ ജീവിതത്തിൽ ഞാൻ മതി, കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ ആഗ്രഹിച്ചതാണ്, അന്ന് അവൾ എൻ്റെ സ്നേഹം തട്ടിയെടുത്തു, ഇന്നിപ്പോൾ അവൾ വേണ്ടാന്ന് വെച്ച് പോയ നന്ദനെ എനിക്ക് വേണം, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാവുന്നു. അത് കേട്ടതും കെവിൻ പറയുന്നുണ്ട്, നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇനിയിപ്പോൾ ദേവിക നന്ദനെ ഡൈവോഴ്സ് ചെയ്താൽ തന്നെ നന്ദൻ നിന്നെ സ്വീകരിക്കുമെന്ന് എന്താ ഉറപ്പെന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ ദേവികയുടെ അച്ഛന് പറ്റിയ ആക്സിഡൻറ്റ് എന്താണെന്ന് ദേവിക അറിഞ്ഞിട്ടില്ലല്ലോ, കെവിൻ ഇന്ന് തന്നെ നീ അവളെ വിളിച്ച് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയണം, പറയുമ്പോൾ അതിൻ്റേതായ രീതിക്ക് പറയണം, നമ്മൾ നന്ദനെ കുറ്റപ്പെടുത്താൻ വിളിച്ചതായിട്ട് അവൾക്ക് തോന്നരുത്, നന്ദനെ ന്യായീകരിക്കുന്നത് പോലെ വേണം നീ അവളോട് സംസാരിക്കാൻ, പക്ഷേ എല്ലാ കുറ്റവും നന്ദൻ്റെ തലയിൽ കെട്ടി വെച്ചുകൊണ്ട് വേണം നിൻ്റെ സംസാരം എന്ന് പറയുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലായി, എന്തായാലും ഞാനിപ്പോൾ ദേവികയെ വിളിക്കട്ടെ എന്നും പറഞ്ഞ് ഫോണെടുത്ത് കെവിൻ ദേവികയ്ക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ദേവികയും ശാരികയും കൂടി ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് ദേവികയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ആ സമയത്ത് ദേവിക ശാരികയോട് ഫോൺ എടുക്കാൻ പറയുന്നുണ്ട്. ശാരിക ഫോൺ എടുത്തതും കെവിന് സേവ് ചെയ്തൊക്കെ കാണുമ്പം കെവിൻ ചേട്ടനാണല്ലോ, ഇപ്പോൾ എന്തിനായിരിക്കുമോ ചേച്ചീനെ വിളിക്കണേ, എന്തായാലും ചേച്ചിക്ക് കൊടുക്കാമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചേച്ചി ഇത് കെവിൻ ചേട്ടനാ എന്നാ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുത്തതും ദേവിക ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താ കെവിൻ എന്ന് ചോദിക്കണം. അന്നേരം കെവിൻ പറയുന്നുണ്ട്, ദേവിക ഇപ്പം കേസും പ്രശ്നമൊന്നുമായിട്ട് മുന്നോട്ട് പോകരുത്, എന്ത് കേസിൻ്റെ കാര്യമാണ് കെവിൻ പറയണതെന്ന് ചോദിക്കുമ്പോൾ അത് നന്ദൻ മനഃപൂർവ്വം ചെയ്തതല്ല, നന്ദനൊരു കയ്യബദ്ധം പറ്റിയതാണ്, എന്ത് കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ദേവിക ഒന്നും അറിഞ്ഞില്ലേ, ദേവികയുടെ അച്ഛന് ആക്സിഡൻറ്റ് പറ്റിയതല്ല, നന്ദൻ
നന്ദനെ ഉപദ്രവിക്കാൻ ചെന്നവരെ തിരിച്ച് ആക്രമിച്ചപ്പം ആ സമയത്ത് ദേവികയുടെ അച്ഛൻ എങ്ങനെയോ അതിൻ്റെ ഇടയിൽ ചെന്ന് പെട്ടിട്ട് നന്ദൻ്റെ കയ്യിലിരുന്ന വടി കൊണ്ടുള്ള അടി കിട്ടിയിട്ടാണ് ദേവികയുടെ അച്ഛനിപ്പോൾ ഈ അവസ്ഥയിലായിരുന്നു. അത് കേട്ടതും ദേവികയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി പോകുന്നുണ്ട്. കെവിൻ എന്തൊക്കെയായി പറയണേ, ഇതൊക്കെ സത്യമാണോ എന്ന് പറയുമ്പോൾ അതേ ദേവിക, സത്യ. അതിൻ്റെ പേരിൽ ദേവിക പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നന്ദൻ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല, നന്ദനൊരു കയ്യബദ്ധം പറ്റിയതാണ്. ഞാൻ ദേവിക ഇത് അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് ദേവികയെ വിളിച്ച് പറഞ്ഞതെന്ന് പറയണം. അത് കേട്ടതും ദേവിക, ഞാൻ എന്തായാലും ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കെവിൻ പറഞ്ഞപ്പോഴേ അറിഞ്ഞ്, എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ എന്ന് മുന്നേ ഫോൺ വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് ഇസബെല്ല വന്നിട്ട് കെവിനോട് പറയുന്നുണ്ട്, കലക്കിയിടാ, ഇങ്ങനെ തന്നെ വേണം, ഞാൻ നിന്നിൽ നിന്നും ഇത്രയും വലിയ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇന്ന് തന്നെ അവൾ പോലീസിൽ അറിയിച്ച് ഇത് കേസാക്കുകയും ചെയ്യും. അധികം വൈകാതെ തന്നെ നന്ദനെ ഡൈവോഴ്സും ചെയ്യും. പിന്നെ എനിക്ക് നന്ദൻ്റെ കൂടെ ജീവിക്കാൻ വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ കെവിനാണെങ്കിൽ അത് കേട്ട് ഒരു തരം വിജയ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.